CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ കോഴിക്കോടടക്കം 8 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിലടക്കം ഇഡി റെയ്ഡ് നടത്തുകയാണ്. പി നിഖിലിന്റെ കരുവൻതുരുത്തിയിലെ വീട്ടിലും അശോകപുരത്തെ ഫ്ളാറ്റിലും പരിശോധന തുടരുന്നു. വീണ ടിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനയെന്നാണ് വിവരം. വീണയുടെ പങ്കാളിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഓഫീസിലും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ടുകളിൽ 16.5 ലക്ഷം രൂപ ഇഡി മരവിപ്പിച്ചിരുന്നു. കേസിൽ വീണയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. വീണയുടെ മൊഴികളിൽ വ്യക്തതയില്ലെന്നാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. 2.78 കോടി രൂപയുടെ വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. CMRL ഉന്നതരുടെ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. വീണയും CMRLും തമ്മിൽ കരാറുണ്ടായത് എങ്ങനെയെന്നും അന്വേഷണത്തിന്റെ ഭാഗമാണ്. 2024 ഏപ്രിലാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡി ECIR രജിസ്റ്റർ ചെയ്തത്. CMRL കമ്പനിയും വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേസിന്റെ അടിസ്ഥാനം. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് നൽകിയ IT സേവനങ്ങളുടെ പ്രതിഫലമായി CMRL 1.72 കോടി രൂപ നൽകിയെന്നാണ് രേഖകൾ. എന്നാൽ എക്സാലോജിക്കിൽ നിന്ന് CMRLന് ഇത്തരം സേവനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിനു പിന്നാലെയാണ് SFIO സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചത്. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വ്യാപിപ്പിച്ചത്.